ഡൽഹിക്കെതിരായ മത്സരത്തിലെ സൂപ്പർ ഓവറിനിടെ എല്ലാം തകർന്നു നിൽക്കുന്ന സഞ്ജുവിന്റെ ഈ ദൃശ്യം സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നൊമ്പരമായതാണ്. രാജസ്ഥാൻ റോയൽസിൽ സംഭവിക്കുന്നത് എന്താണ്? സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിൽ എന്താണ് പ്രശ്നം? ദ്രാവിഡാണോ സഞ്ജു ആണോ പ്രശ്നങ്ങൾക്ക് കാരണം? ഇതൊക്കെ കൊണ്ട് തന്നെ സഞ്ജു ടീം വിടുമെന്ന കഥകളും ഏറലുണ്ട്. ഹലോ നമസ്കാരം, പേജ് 10 സ്റ്റോറീസിലേക്ക് സ്വാഗതം. IPL ഈ സീസൺ പകുതി പിന്നിടുമ്പോൾ നിരാശയുടെ പടുകുഴിയിലാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ. കളത്തിലും പുറത്തും പ്രശ്നങ്ങളുടെ നടുവിലാണ് ടീം. 8 കളികളിൽ നിന്ന് 2 വിജയം മാത്രം, 6 മത്സരങ്ങളിൽ തോൽവി. മോശം പ്രകടനത്തിന് കാരണം ടീമിനുള്ളിലെ പടലപ്പിണക്കമാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ക്യാപ്റ്റൻ സഞ്ജു സാംസണും മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. രാജസ്ഥാൻ റോയൽസിൽ സംഭവിക്കുന്നത് എന്താണ്? സഞ്ജു സാംസണും രാഹുൽ ദ്രാവിഡും തമ്മിൽ എന്താണ് പ്രശ്നം? ദ്രാവിഡാണോ സഞ്ജു ആണോ പ്രശ്നങ്ങൾക്ക് കാരണം? ദ്രാവിഡ് ടീം അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ സഞ്ജു മാറി നിന്നത് എന്തുകൊണ്ടാണ്? മുൻ മുഖ്യ കോച്ചും ഇപ്പോഴത്തെ ഡയറക്ടറുമായ സംഘക്കാരെ തിരിച്ചു വിളിക്കേണ്ടതിന്റെ ആവശ്യകത എത്രത്തോളം? രാജസ്ഥാൻ ആരാധകരുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഈ ചോദ്യങ്ങളിൽ ആഴത്തിൽ പരിശോധന നടത്താനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ആദ്യം രാജസ്ഥാൻ ടീമിന്റെ കാര്യമെടുക്കാം. ഇത്തവണ സീസണിന്റെ തുടക്കം മുതൽ കാര്യങ്ങൾ രാജസ്ഥാൻ ടീമിന് അനുകൂലമല്ല. പരിക്കിനെ തുടർന്ന് ആദ്യ മത്സരങ്ങളിൽ നിന്ന് സഞ്ജു മാറി നിന്നു. ആദ്യ തോൽവികൾക്ക് ശേഷം തുടരെയുള്ള 2 വിജയങ്ങളുമായി തിരിച്ചുവരവിന്റെ സൂചന ടീം നൽകിയെങ്കിലും പിന്നീട് കണ്ടത് തുടരെയുള്ള 4 തോൽവികൾ. ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു തിരിച്ചു വന്നെങ്കിലും ക്യാപ്റ്റൻസിയിലും ബാറ്റിംഗിലും പോയ വർഷങ്ങളിലെ പോലെ ആധികാരികമായ മികവ് പുലർത്താൻ സഞ്ജു സാംസന് കഴിഞ്ഞിട്ടില്ല. പരിക്കും താരത്തെ വല്ലാതെ അലട്ടുകയാണ്. കളത്തിലെ ഈ മികവില്ലായ്മയ്ക്കിടയിലാണ് രാജസ്ഥാൻ റോയൽസിലെ ഡ്രസ്സിംഗ് റൂമിലെ പടലപ്പിണക്കത്തിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഡൽഹിക്കെതിരായ മത്സരത്തിലെ സൂപ്പർ ഓവറിനിടെ എല്ലാം തകർന്നു നിൽക്കുന്ന സഞ്ജുവിന്റെ ഈ ദൃശ്യം സഞ്ജുവിനെ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം നൊമ്പരമായതാണ്. ഈ സൂപ്പർ ഓവറിന് മുമ്പുള്ള സംഭവങ്ങളാണ് ടീമിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന അഭ്യൂഹങ്ങൾക്ക് കരുത്തു പകരുന്നത്. സൂപ്പർ ഓവറിന് മുമ്പായി ദ്രാവിഡ് ടീം അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ സഞ്ജു അതിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ഇതാണ് വിവാദങ്ങളുടെ ആക്കം കൂട്ടിയത്. ഇക്കാര്യങ്ങളെല്ലാം നിഷേധിച്ച് ദ്രാവിഡ് രംഗത്തെത്തിയെങ്കിലും അതൊന്നും വിശ്വാസയോഗ്യമല്ലാത്ത സാഹചര്യമാണുള്ളത്. ദ്രാവിഡ് എന്താണ് വിവാദങ്ങളെ കുറിച്ച് പറഞ്ഞത്? അത് ഇതാണ്: ടീമിന്റെ അവിഭാജ്യ ഘടകം തന്നെയാണ് സഞ്ജു സാംസൺ. എല്ലാ തീരുമാനങ്ങളിലും ചർച്ചകളിലും അദ്ദേഹം പങ്കാളിയാണ്. മത്സരങ്ങൾ തോൽക്കുമ്പോൾ വിമർശനങ്ങൾ നേരിടേണ്ടി വരും. പക്ഷേ ഇത്തരം അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങളിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ആരോപണം എന്ന് പറയുന്നത് സഞ്ജുവും ദ്രാവിഡും തമ്മിൽ ഭിന്നതയുണ്ടെന്ന ആരോപണം. ആ ആരോപണങ്ങളിൽ തങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ദ്രാവിഡ് പറഞ്ഞത്. നമുക്ക് ഇതുവരെ അറിയാവുന്ന സഞ്ജു ദ്രാവിഡ് ബന്ധം വളരെ ദൃഢമായിരുന്നു. കരിയറിന്റെ തുടക്കം മുതൽ സഞ്ജുവിന് എല്ലാവിധ പിന്തുണയും നൽകിയത് ദ്രാവിഡായിരുന്നു. താരമായി മാറും മുമ്പേ തന്നെ ദേശീയ ക്രിക്കറ്റ് അക്കാദമി വഴി സഞ്ജുവിന്റെ കരിയറിൽ ദ്രാവിഡ് നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. ദ്രാവിഡ് രാജസ്ഥാൻ ക്യാപ്റ്റൻ ആയിരിക്കെയാണ് സഞ്ജു ആദ്യമായി ടീമിലെത്തുന്നത്. ട്രയൽസിൽ തന്റെ പ്രകടനം കണ്ട ദ്രാവിഡ് ടീമിലേക്ക് ക്ഷണിച്ചതും ആദ്യ വർഷങ്ങളിൽ കരിയറിൽ ചെലുത്തിയ നിർണായക സ്വാധീനവുമൊക്കെ പലവട്ടം സഞ്ജു തന്നെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഇടക്കാലത്ത് ഈ ബന്ധത്തിൽ എന്തോ സംഭവിച്ചു എന്നുള്ള സൂചന നൽകുന്ന ചില വാക്കുകൾ സഞ്ജുവിന്റെ പിതാവിൽ നിന്നും ഉണ്ടായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസങ്ങളെന്ന് നാം കരുതുന്ന 4 പേരാണ് സഞ്ജുവിന്റെ കരിയറിലെ പ്രധാനപ്പെട്ട 10 വർഷങ്ങൾ നഷ്ടമാക്കിയത് എന്നാണ് വിശ്വനാഥൻ സാംസൺ എന്ന സഞ്ജുവിന്റെ പിതാവ് പറഞ്ഞത്. അത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. ധോണി, കോഹ്ലി, രോഹിത് ശർമ്മ, ദ്രാവിഡ് എന്നിവർക്കെതിരെയായിരുന്നു ആരോപണത്തിന്റെ കുന്തമുന. അവർ എത്രമാത്രം മുറിപ്പെടുത്തിയോ അത്രമാത്രം ശക്തനായി സഞ്ജു സാംസൺ തിരിച്ചു വന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതേ വിശ്വനാഥൻ തന്നെയാണ് മറ്റൊരിക്കൽ ദ്രാവിഡിനെ പുകഴ്ത്തിയും സംസാരിച്ചത്. കരിയറിന്റെ ഒരു ഘട്ടത്തിൽ KCയുടെ സമീപനത്തിൽ മനം നൊന്ത് കഴിഞ്ഞപ്പോൾ ദ്രാവിഡിന്റെ ഒരു ഫോൺ കോൾ കാര്യങ്ങൾ മാറ്റിമറിച്ചു എന്നാണ് അന്ന് വിശ്വനാഥൻ സാംസൺ പറഞ്ഞത്. പിന്നീട് എപ്പോഴാണ് ദ്രാവിഡും സഞ്ജുവും തമ്മിൽ അകന്നതെന്ന ചോദ്യമാണ് ആരാധകർ ഉന്നയിക്കുന്നത്. RRന്റെ കോച്ചായി ദ്രാവിഡ് തിരിച്ചെത്തിയത് വലിയ പ്രതീക്ഷയോടെയാണ് രാജസ്ഥാൻ റോയൽസിന്റെ ആരാധകർ കണ്ടത്. പക്ഷേ വിപരീത ഫലങ്ങളാണ് ഈ നീക്കത്തിലൂടെ ഉണ്ടായത് എന്നാണ് ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുക. കഴിഞ്ഞ സീസണിൽ പരിശീലകനായിരുന്ന സംഘക്കാരൻ നൽകിയ സ്വാതന്ത്ര്യം ദ്രാവിഡ് ടീം അംഗങ്ങൾക്ക് നൽകുന്നില്ല.
2020-ലും ക്ലാസിക് ശൈലി പിന്തുടരാൻ നിർദ്ദേശിക്കുന്ന പരിശീലകനാണ് ദ്രാവിഡ്. ആക്രമണ ശൈലി വേണ്ടെന്ന നിലപാടുകാരൻ, റിസ്ക് എടുക്കാൻ തയ്യാറാകാത്ത കോച്ചുമാണ്. അതുകൊണ്ടൊക്കെ തന്നെ പരിശീലകൻ എന്ന നിലയിൽ ദ്രാവിഡിന്റെ പ്രകടനം മികച്ചതല്ല. ഇന്ത്യൻ ടീം പരിശീലകനായിരുന്നപ്പോൾ 2020 ലോകകപ്പ് വിജയം മാത്രമാണ് ആ അക്കൗണ്ടിൽ പരിശീലകൻ എന്നുള്ള നിലയിൽ ഉള്ളത്. IPL-ലും ദ്രാവിഡിന്റെ കോച്ച് എന്ന കരിയർ ദുർബലമാണ്. താരലേലത്തിലും രാഹുലിന് പിഴച്ചു, അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡിന് പിഴച്ചു എന്നുള്ള അഭിപ്രായമാണ് ക്രിക്കറ്റ് വിദഗ്ധർക്കുമുള്ളത്. അതായത് രാജസ്ഥാന് വേണ്ടി നടത്തിയ താരലേലത്തിൽ ഇത്തവണയും മികച്ച പേസ് ഓൾറൗണ്ടർമാർ ടീമിലില്ല. ജോസ് ബട്ട്ലർക്ക് പകരം വയ്ക്കാവുന്ന ഒരു കളിക്കാരനെ കൊണ്ടുവരാൻ ദ്രാവിഡിന് കഴിഞ്ഞില്ല. ബട്ട്ലർ ആണെങ്കിൽ ഗുജറാത്തിന് വേണ്ടി മികച്ച രീതിയിൽ കളിക്കുന്നുമുണ്ട്. അതേസമയം മുൻ കോച്ചായ സംഗക്കാരയുടെ കാര്യമെടുത്ത് പരിശോധിക്കാം. സംഗക്കാരയും സഞ്ജുവുമായുള്ള രസതന്ത്രം മികച്ചതായിരുന്നു. ഡഗ്ഔട്ടിൽ ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയായിരുന്നു അവർ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അതിൽ പലതും വിജയവുമായിരുന്നു. മാത്രമല്ല ഏത് പരീക്ഷണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന പരിശീലകനാണ് സംഗക്കാര. എന്നാൽ ദ്രാവിഡും സഞ്ജുവും തമ്മിൽ ഡഗ്ഔട്ടിൽ ചർച്ച നടത്തുന്നത് കാണാറേയില്ല. രണ്ടുപേരും വെവ്വേറെയാണ് ഇരിക്കുന്നത്. അതായത് മാനസിക അകൽച്ച അതിൽ നിന്നെല്ലാം വ്യക്തമാണ്. ഇതെല്ലാം ടീമിന്റെ പ്രകടനത്തെ ബാധിച്ചിട്ടുണ്ട്. സഞ്ജുവിനെ ഒതുക്കുന്ന സമീപനമാണ് ദ്രാവിഡ് പിന്തുടരുന്നത് എന്നാണ് ക്രിക്കറ്റ് സൈറ്റുകളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദ്രാവിഡ് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായിരുന്നപ്പോൾ സഞ്ജുവിന് അധികം അവസരം ഇന്ത്യൻ ടീമിൽ നൽകിയിരുന്നില്ല. ഇതുമായി രാജസ്ഥാൻ ടീമിലെ പ്രശ്നങ്ങളെ ഇപ്പോൾ നമുക്ക് ചേർത്ത് വായിക്കാവുന്നതുമാണ്. അതായത് സഞ്ജു ദ്രാവിഡ് അകൽച്ച തുടങ്ങിയത് ഇന്ത്യൻ ടീം ക്യാമ്പിൽ നിന്നാണെന്ന് നമുക്ക് ആ രീതിയിൽ വിലയിരുത്താം. അത് രാജസ്ഥാൻ ടീമിലേക്ക് എത്തുമ്പോൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഒരു വിജയം കൊണ്ട് ചിലപ്പോൾ കളത്തിലെ മികവ് തിരിച്ചുപിടിക്കാം, പക്ഷെ അപ്പോഴും ഡ്രസ്സിംഗ് റൂമിലെ പടലപ്പിണക്കം തീർന്നേക്കില്ല. ലക്നൌവിനെതിരായ മത്സരത്തിൽ നല്ലൊരു തുടക്കം കിട്ടിയിട്ടും അത് മുതലാക്കി വിജയത്തിലേക്ക് എത്താൻ രാജസ്ഥാന് കഴിയാത്തതിന് പിന്നിൽ ദ്രാവിഡിനെ ചുറ്റിപ്പറ്റിയുള്ള ഗെയിം പ്ലാനിന്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. പരിക്കിനെ തുടർന്ന് ലക്നൌവിനെതിരായ മത്സരത്തിൽ കളിക്കാതിരുന്ന സഞ്ജു ബാക്കി മത്സരങ്ങളിലും കളിക്കില്ല എന്ന് തന്നെയാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല സഞ്ജുവിന് പകരം ടീമിലെത്തിയ 14-കാരൻ വൈഭവ് സൂര്യവംശി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ടീമിൽ തിരിച്ചെത്തിയാലും സഞ്ജുവിന് ഓപ്പണിംഗ് സ്ഥാനം കൊടുക്കില്ല എന്നും അഭ്യൂഹങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ സഞ്ജുവിന് ഇന്ത്യൻ T20 ടീമിലെ തന്നെ ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ നയിച്ചേക്കാം. ഇതൊക്കെ കൊണ്ട് തന്നെ സഞ്ജു ടീം വിടുമെന്ന കഥകളും ഏറലുണ്ട്. അടുത്ത സീസണിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിലേക്ക് സഞ്ജു കളം മാറ്റിയേക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ടീം മാനേജ്മെന്റുമായി ചില ചർച്ചകൾ നടന്നതായും പറയപ്പെടുന്നു. വിരാട് കോഹ്ലി ഒഴിയുമ്പോൾ സഞ്ജുവിനെ പകരം വെക്കാമെന്നാണ് RCB മാനേജ്മെന്റിന്റെ മനസ്സിലിരിപ്പത്രേ. മാത്രമല്ല കളിക്കാരുടെ വ്യക്തിഗത പ്രകടനത്തിന് പ്രോത്സാഹനം നൽകുന്ന മാനേജ്മെന്റ് കൂടിയാണ് RCBയുടേത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് RCB പറ്റിയ ഇടമാണെന്നും വിലയിരുത്തലുണ്ട്. അതേസമയം സഞ്ജു രാജസ്ഥാൻ ടീമിനൊപ്പം തുടരണമെന്നാണ് RRന്റെ ആരാധകരുടെ പക്ഷം. ദ്രാവിഡിനോടും സഞ്ജുവിനോടും സൗഹൃദമുള്ള സംഘക്കാര ഈ പ്രശ്നത്തിൽ ഇടപെട്ട് തർക്കം തീർക്കണമെന്നാണ് രാജസ്ഥാൻ ആരാധകർ സോഷ്യൽ മീഡിയകളിലൂടെ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ടീമിലെ ഹിറ്റ്ലറായ ദ്രാവിഡിനെ പുറത്താക്കി സംഘക്കാര ടീമിന്റെ പരിശീലക സ്ഥാനം തിരികെ ഏറ്റെടുക്കണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ സീസണിൽ സംഘക്കാരെയും സഞ്ജുവും ചേർന്ന് രൂപപ്പെടുത്തിയ രാജസ്ഥാൻ ടീമിനെ ദ്രാവിഡ് തകർക്കുന്നു എന്നതാണ് ആരാധക രോഷത്തിന് കാരണം. രാജസ്ഥാൻ റോയൽസിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ രാഹുൽ ദ്രാവിഡിനും ടീം മാനേജ്മെന്റിനുമെതിരായ വലിയ തരത്തിലുള്ള അമർഷം പുകയുന്നുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിച്ച് രാജസ്ഥാൻ രാജകീയമായി തിരിച്ചു വരുമോ, അതോ സഞ്ജു തന്നെ ടീമിൽ നിന്ന് പുറത്തു പോകുമോ? രാജസ്ഥാനിലെ ദ്രാവിഡ് യുഗത്തിന് അവസാനമാകുമോ? പ്രവചനങ്ങൾ അസാധ്യമാണ്.